അഡീഷണലി ഒരു സംഗതി വരുന്നത് മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ അതിനകത്ത് പിന്നെ റീറൈറ്റ് പരിപാടികളൊക്കെ ചെയ്തത്. ഇങ്ങനെ ഇതൊരു കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഫിക്ഷനാണ്, എന്നാൽ പോലും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അത് പാളിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് നമുക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചില പരിപാടികൾ വരുമല്ലോ, അതിനെ എന്തായാലും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫൈനൽ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതല്ല, ഇതിന് എല്ലാം പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നത് തന്നെയാണ്. ഇന്ന് വൺ ലൈനിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡയറക്ടർ ജിതിൻ കെ ജോസ് ആണ്. സർ, വെൽക്കം ടു വൺ ലൈൻ. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് കളങ്കാവൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറുപ്പ് എന്ന സിനിമയിലൂടെയാണ് റൈറ്റർ ആയിട്ട് വരുന്നു, അതുപോലെ തന്നെ ഡയറക്ഷൻ ചെയ്യുന്നത് കളങ്കാവൽ എന്ന സിനിമയിൽ ഡയറക്ഷൻ ചെയ്യുന്നു. സോ റൈറ്റർ ടു ഡയറക്ടർ ആ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, ഹൗ യു എക്സ്പ്ലെയിൻ ദാറ്റ് ജേർണി? അങ്ങനെ പറഞ്ഞാൽ രണ്ടും രണ്ട് തരത്തിലുള്ള പ്രോസസ്സാണ്. ബേസിക്കലി സിനിമ എപ്പോഴും സംഭവിക്കുന്ന ആദ്യം ഒരു എഴുത്തുകാരൻ്റെ ഒരു ഭാവനയിലായിരിക്കും, പിന്നെ ആയിരിക്കും അത് വളർന്നൊരു സിനിമയുടെ. അപ്പം പക്ഷെ കുറച്ചും കൂടെ ഞാൻ വിശ്വസിക്കുന്നത് സിനിമ അൾട്ടിമേറ്റ്ലി ഒരു ഡയറക്ടേഴ്സ് ആർട്ട് എന്നുള്ളൊരു ഫോമിലാണ് അതിൻ്റെ പരിപാടി ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു റൈറ്റർ മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ ഡയറക്ടറുടെ മനസ്സിലോട്ട് നമ്മൾ ഒരു വിഷൻ, നമ്മൾ സംസാരിച്ച ഒരു സാധനം രൂപപ്പെട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ടറായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി. പക്ഷെ ഡയറക്ടർ എന്നുള്ള രീതിയിലോട്ട് വരുമ്പോൾ അൾട്ടിമേറ്റ്ലി ആ സിനിമ എന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അതെ നമ്മുടെ തന്നെ ആ ഒരു അൾട്ടിമേറ്റ് സിനിമാറ്റിക് സങ്കല്പം നമ്മുടെ മനസ്സിലായിരിക്കും. അപ്പോൾ അതിന് അത്തരത്തിൽ റെസ്പോൺസിബിലിറ്റിയും പരിപാടികളും എല്ലാം കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ കൂടെ ഡയറക്ഷനാണ് ആഗ്രഹവും പാഷനുമായിട്ട് ഉണ്ടായിരുന്നൊരു സംഗതി. അപ്പം അതിൻ്റേതായ ഒരു അഡീഷണൽ ഹൈയും ഈ പ്രോസസ്സിങ്ങിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ കുറിപ്പെടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ബയോഗ്രഫിക്കൽ ക്രൈം ത്രില്ലറായിരുന്നു അത്. അതുപോലെ കളങ്കാവൽ എന്ന് പറയുന്ന ഒരു ക്രൈം ആക്ഷൻ ത്രില്ലറാണ്. ഈ ഒരു ജോണർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് കൂടുതൽ താല്പര്യം? അതങ്ങനെ സംഭവിച്ചതാണ്. പക്ഷേ ആക്ച്വലി എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി താല്പര്യം ക്രൈം ഡ്രാമ ഇങ്ങനെയുള്ള സിനിമകളോടാണ് താല്പര്യം കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നതും കുറെ കൂടെ ഫോളോ ചെയ്തിട്ടുള്ളതും അത്തരം സിനിമകളും അങ്ങനെ അത്തരം സിനിമകൾ ചെയ്യുന്ന ഡയറക്ടേഴ്സിനെയൊക്കെയാണ്. അതിലൊരു അഡീഷണൽ ഒരു ഹൈ ഉണ്ട്. ഒരു മെന്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു ഡയറക്ടോറിയൽ ആരെയായിരിക്കും? അങ്ങനെ ഒരു സ്പെസിഫിക് ഒരാളെ പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ക്രൈം ഈ ഒരു ജോണർ മാറ്റിയിട്ട് വേറൊരു ജോണർ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഏതായിരിക്കും അത് ചെയ്യുന്നത്? കുറച്ച് ഇതുപോലെ തന്നെ താല്പര്യമുള്ള ഒരു സാധനമാണ് ആക്ഷൻ. മീൻസ് പ്യൂർ ക്രൈം ഡ്രാമ അല്ലാതെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളോടും താല്പര്യമുണ്ട്. ഒരു പൊടിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള അതും താല്പര്യമുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ മമ്മൂക്ക നമ്മുടെ കഴിഞ്ഞ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പരീക്ഷണ സിനിമകൾ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. തന്നിലെ അഭിനേതാവിനെ എത്രമാത്രം മാക്സിമം എക്സ്പ്ലോർ ചെയ്യാവോ അത്രയും ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയായിരുന്നു കളങ്കാവൽ എന്ന സിനിമയിലേക്ക് മമ്മൂക്ക ഇന്നാവാനുള്ള ഒരു ഫാക്ടർ എന്തായിരുന്നു? മമ്മൂക്ക ഇന്നാവാനുള്ള ഫാക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനെ പോലെ നമ്മുടെ നാട്ടിലുള്ള എനിക്കും മമ്മൂക്കയെ വെച്ചിട്ട് ഒരു സിനിമ ഡെബ്യൂ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഒരു സമയത്ത് തൊട്ടേ ഉണ്ട്. പക്ഷെ നമ്മൾ അതൊരു ആഗ്രഹം മാത്രമാണ്. റിയലിസ്റ്റിക്കലി അങ്ങനെ ഒരു പ്ലാനോ പദ്ധതിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും മറ്റും വർക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടേ നമ്മൾ പല സബ്ജക്റ്റുകളും മനസ്സിൽ ഇട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലോട്ട് ലാൻഡ് ചെയ്ത് ഇത് എഴുതി ഇതിൻ്റെ ഒരു എഴുത്ത് പ്രോസസ്സിങ്ങിലോട്ടും അതേപോലെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലോട്ടും ക്യാരക്ടറൈസേഷൻ പരിപാടികളിലോട്ടും വരുമ്പോഴാണ് അത് മമ്മൂക്ക ചെയ്താൽ കൊള്ളാവുന്ന ഒരു പരിപാടി ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരുന്നത്. അപ്പോഴാണ് കുറച്ചും കൂടെ അങ്ങനെ ഒരു ആഗ്രഹം കൂടി കുറേ കൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അത് എഴുത്ത് പരിപാടി കംപ്ലീറ്റ് ആയപ്പോഴും അത് അങ്ങനത്തെ ഒരു ആത്മവിശ്വാസം കുറച്ചും കൂടെ വന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിലോട്ട് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതും അത് ഭാഗ്യവശാൽ അങ്ങനെ എത്താൻ പറ്റിയതും. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പം അദ്ദേഹത്തിനും അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നി എന്നുള്ളതുകൊണ്ട് ഇത് സംഭവിക്കുകയായിരുന്നു. ഈ ഒരു ത്രെഡ്
ഏത് സമയത്താണ് ശരിക്കും ഉണ്ടായത്? ഈ ത്രെഡ് ഇതിപ്പം എൻ്റെ ഇത് എഴുതിയിരിക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജിഷ്ണുവും കൂടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പല സബ്ജക്റ്റുകളും നോക്കുന്ന സമയത്ത് അവൻ ആണ് ഇങ്ങനെ ഇതൊരു കുറച്ച് റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ബേസിക്കലി ഇതൊരു ഫിക്ഷനാണ്, എന്നാൽ പോലും അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ അവനിങ്ങനെ ഇത് പറഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് അതിനകത്തൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അന്ന് തോന്നിയിരുന്നില്ല. കുറച്ച് നാളിങ്ങനെ ഇതിനെപ്പറ്റി ചുമ്മാ സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. വേറെ സബ്ജക്റ്റുകളും ഇങ്ങനെ ആലോചനകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു കോമൺ ഫ്രണ്ടുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് പുള്ളിയുടെ വക അതിനകത്തൊരു ചെറിയൊരു സജഷൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ സജഷൻ പറഞ്ഞപ്പം അത് നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ വർക്കായില്ല. നമ്മളിങ്ങനെ ഒരുപാട് സജഷൻസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ആ സജഷൻ ഇങ്ങനെ മൈൻഡിൽ കിടപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അത് അങ്ങനെ വർക്ക് ചെയ്താൽ ഇങ്ങനെയുള്ള വേറെ ചില പോസിബിലിറ്റീസ് ഉണ്ടല്ലോ എന്നൊരു തോട്ട് മനസ്സിൽ വന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു മൊമെൻറ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് സിനിമയാക്കാം എന്നൊരു ബേസിക് ഇൻസ്പിറേഷൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വെച്ചിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പിന്നെ സമയമെടുത്തു, എന്നാലും ഒരു ബേസിക് സീഡ് അവിടെയാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു ഡിസ്കഷൻ, ഇപ്പം നമ്മൾ ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഒരേ മൈൻഡുള്ള അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാതന്തുക്കളുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം അങ്ങനത്തെ ത്രെഡുകൾ വരും. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ഓരോ പെർസ്പെക്റ്റീവ്. പലപ്പോഴും അവര് ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കണമെന്നില്ല നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. പക്ഷെ അത് എവിടെ നിന്ന് വേണമെങ്കിലും ഓരോ കഥകളും ജനിക്കുന്നത് ആ ഒരു സംസാരത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും പിന്നെ കാണുന്ന സിനിമകളും എല്ലാം നമുക്ക് ഇൻസ്പിറേഷൻ തരാറുണ്ട്. അതെ അതെ. ഇപ്പോൾ ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരുന്നു നമുക്ക് തോന്നിയത്. മമ്മൂക്ക വിനായകൻ ആ ഒരു കോംബോ ശരിക്കും രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് അവർ. അപ്പോൾ ആസ് എ ഡയറക്ടർ അവരിലെ ആ ഒരു ആക്ടേഴ്സിനെ എത്ര എക്സ്ട്രീംലി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? അവരെ പിന്നെ അങ്ങനെ അവർ രണ്ടുപേരും രണ്ട് ഗ്രേറ്റ് ആക്ടേഴ്സാണ്. പിന്നെ അവരെ അവരുടെ എക്സ്ട്രീം ലെവലിലോട്ട് പോകുന്നു. നമ്മുടെ ബേസിക് നീഡ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെ ഡിസൈൻ ചെയ്ത് അത് പേപ്പറിലും അങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കൺവേ ചെയ്തിട്ടാണ് അവർ സിനിമയിലോട്ട് വരുന്നത്. അപ്പോൾ ആ കഥാപാത്രങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്ന ഒരു ഡൈമെൻഷനുണ്ട്, അതിനെ അവർ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ല നമ്മുടെ സിനിമയിലോട്ട് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടറൈസേഷൻ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു രീതിയിലേ ചിന്തിച്ചുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ ചിന്തകൾ പോയില്ല. അതിൽ ആ ഒരു ഇതിലാണ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ അവർ രണ്ടുപേരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പോൾ എത്രമാത്രം ഈസിനെസ് ഉണ്ടായിരുന്നു ആ ഒരു വർക്കിൽ? ഇപ്പം എനിക്ക് ഇപ്പം ഓരോ ഫിലിം മേക്കേഴ്സും ഓരോരോ സ്റ്റൈലിലാണ് ഓരോ സിനിമയും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ചും കൂടെ കൊടുക്കൽ വാങ്ങൽ പരിപാടികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അവരും എന്താണ് കഥാപാത്രമെന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൺവേ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് വരുന്നതും സിനിമയുടെ പ്രോസസ്സുകളിലോട്ട് നമ്മൾ കടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഓരോ സീനും അവർക്കും മുന്നേ അറിയാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരും രണ്ടുപേരും രണ്ട് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതും ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ. പക്ഷെ എന്നാൽ പോലും ഒരു കോമൺ ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് രണ്ടുപേരും അവരുടേതായ ഒരു ഡയമെൻഷൻ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വലിയ ആഡ് ഓൺസും പരിപാടികളും അങ്ങനെ വരത്തില്ല. എന്നാലും അതിനെ അവരുടേതായ രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ ഒരു പരിപാടിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോഴും ഓരോ സീനിൻ്റെ മുന്നേയും നമ്മൾ ഷൂട്ടിന് സമയത്ത് തന്നെ പോയിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എവല്യൂഷൻ സംഭവിക്കാറുണ്ട്. അത് സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും അങ്ങനെ അത്യാവശ്യം ആ ഒരു എക്സൈറ്റ്മെൻറ്റും പ്രിപ്പറേഷനും ഒക്കെ ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് ത്രൂ ഔട്ട് പ്രോസസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. മൊത്തത്തിൽ ടോട്ടൽ സിനിമയും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ അവരുടെ ഒരു സാന്നിധ്യം നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സ് ഇനാക്ട് ചെയ്ത് കാണിക്കുക ഇപ്പം ആക്ടേഴ്സിൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? അല്ല, ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ അവർ ചെയ്യുന്ന പരിപാടിക്കകത്ത് നമുക്കത് കൃത്യമായിട്ട് നമുക്കറിയാം ഇവരെന്തൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നൊക്കെ ഒരു ഏകദേശ ധാരണ നമുക്കുണ്ട്. എന്നാലും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഏതോ കഥാപാത്രങ്ങളും ഏത് രീതിയിലാണ് ഏത് മീറ്ററിലാണ് പോകേണ്ടത്. അപ്പോൾ അത് നമുക്കത് അല്ലാതെ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇവരുടെ കാര്യം മാത്രമല്ല, ജനറലി പലപ്പോഴും കൂടുതൽ നമുക്ക് ഇൻവോൾവ് ചെയ്യേണ്ട ഒരു സാധനം എനിക്ക് പേഴ്സണലി തോന്നിയത് ഡയലോഗ് ഡെലിവറിയിലെ ചില വേരിയേഷൻസ് പരിപാടിയിലൊക്കെയാണ്. ആ മോഡുലേഷൻസിലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൃത്യമായിട്ട് കൺവേ ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് തോന്നുന്നു.
അതങ്ങനെ അതിനകത്ത് ഞാനങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ ഇപ്പം എല്ലാവർക്കും പറ്റുന്നൊരു പരിപാടിയല്ലല്ലോ അത്. എന്നാലും ബേസിക്കലി നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലാതെ തന്നെ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ക്രൈം ത്രില്ലേഴ്സൊക്കെ നമ്മൾ എഴുതുമ്പോഴും അതുപോലെ സംവിധാനം ചെയ്യുമ്പോഴും 2 ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം ഓരോ നിമിഷവും നമ്മൾ ആ ഓഡിയൻസിലേക്ക് അതിനൊരു പീക്ക് ലെവലിലേക്ക് കൊണ്ടെത്തിക്കണം. അതേപോലെ തന്നെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഓഡിയൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ ഒരു ഫാക്ടേഴ്സൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് എത്രമാത്രം ചലഞ്ചിങ് ആയിരുന്നു എഴുത്തും സംവിധാനവും? പിന്നെ ഇത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആണ് ഇതിൻ്റെ പുറകിൽ. എന്തായാലും ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന ഓട്ടിൽ കാണുന്ന സിനിമയുടെ ഇപ്പം നമ്മളിപ്പം ഒരു കഥ പറയുമ്പോൾ അതിനൊരു ആദ്യമധ്യാന്ത പൊരുത്തം മൊത്തത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പടം ഒരു പോയിന്റ് തുടങ്ങി ഇങ്ങനെ ഗ്രാജുവലി പോയി. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരറ്റത്ത് നേരെ ഡയറക്റ്റായിട്ട് പറയാം, നോൺ ലീനിയറായിട്ട് പറയാം, വേണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകാം. ഇങ്ങനെ പല സാധ്യതകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റ്സിൽ നമ്മൾ എന്തുമാത്രം ഇൻഫർമേഷൻ കൊടുക്കണം, എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം, അതൊരു ഒരു സിനിമാറ്റിക് ആ ഒരു മേക്കിംഗ് പ്രോസസ്സിനകത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിന് അതുപോലെ തന്നെ അതിൻ്റേതായ ഒരു വെല്ലുവിളിയുമുണ്ട്. ആ ഒരു മീറ്ററിങ് കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത്. അപ്പോൾ പ്രോസസ്സ് ഒരു എൻജോയ് ചെയ്ത് പോകുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിൽ ആ വെല്ലുവിളി ഉണ്ടെങ്കിൽ പോലും അത് ഒരു ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു പോയിന്റിൽ എന്ത് കൊടുക്കണം, എന്ത് കൊടുക്കരുത്, എന്ത് കൊടുക്കാതെ കൊടുക്കണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് അതിനകത്ത് വളരെ കൂടുതലായിട്ട് വരും. ബാക്കി മറ്റ് ജോണേഴ്സിനെക്കാളും കുറച്ചും കൂടെ കൂടുതലുണ്ടെന്ന് തോന്നി ഇതിൽ. അപ്പം അത് പക്ഷെ ആ പ്രോസസ്സിന് അതിൻ്റെ ഒരു രസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ട്രൂ ഇൻസിഡൻസ് ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കുറിപ്പ് എഴുതിയ സമയത്താണെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എലമെൻറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളങ്കാവിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് കൂടുതൽ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വരുന്നത്? കളങ്കാവലും ഈ പറയുന്നത് പോലെ ബേസിക്കലി ഇൻസ്പയർഡ് ഫ്രം ഒന്നിൽ കൂടുതൽ പിന്നെ റിയൽ സംഭവങ്ങളിൽ നിന്നാണെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി പിന്നെ അത് ഒരു സിനിമാറ്റിക് സങ്കല്പത്തിലൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടാണ് പരിപാടി ചെയ്യുന്നത്. അപ്പം അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ അതിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കുക എന്നുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ആ ഒരു സിനിമ അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അത് റിയൽ ഇൻസിഡൻറ്റിൽ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു പരിധിക്കപ്പുറം ബോധർ ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് ആവശ്യമുള്ള രീതിയിൽ പ്ലേസ് ചെയ്ത് നമ്മുടെ ഒരു പരിപാടി സെറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ കോൺഷ്യസ് ആയിരുന്നുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഡയറക്ടോറിയലായിരുന്നു. ഇപ്പം ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂവിനെ എങ്ങനെയായിരുന്നു ശരിക്കും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്രൂവിനെ ഇപ്പം ഓരോ സിനിമയിലും ഈ ഹാൻഡ്ലിങ് പരിപാടി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് എൻ്റെ പേഴ്സണൽ ഇതിൽ ഈ ഒരു സിനിമയിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സ് അങ്ങനെ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടീമിനെ തന്നെയാണ് കിട്ടിയത് ഭാഗ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു ഹിമാലയൻ ടാസ്ക് ഒന്നും അല്ലായിരുന്നു. പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഈ പറയുന്ന നമുക്ക് പിന്നെ ടെക്നിക്കൽ ടീം ആണെങ്കിലും അവരെല്ലാവരും അത്യാവശ്യം കൃത്യമായിട്ട് സിനിമ എന്താണെന്ന് മനസ്സിലാക്കി അതിനോട് ചേർന്ന് ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ഏരിയയിൽ അങ്ങനെ ഭീകരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല ഈ സിനിമയിൽ. അങ്ങനെ സപ്പോർട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇതിൽ പോസ്റ്റർ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ജീപ്പ്, പിന്നെ ഒരു സ്പൈഡർ, പിന്നെ 2 ഷൂസ്, പിന്നെ ഒരു മനുഷ്യൻ, പിന്നെ അതിൻ്റെ ഒരു ഷാഡോ വരുന്ന പോലെ, അതെന്താണ് ശരിക്കും ആ ഒരു എന്താണ് അത്? ചില ഡീകോഡിങ്സ് ഒക്കെ ചിലർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഒരു പരിധിക്കപ്പുറം കുറച്ച് ഇതെല്ലാം വെറുതെ വെച്ചിരിക്കുന്നതല്ല, ഇതിനെല്ലാം പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നത് തന്നെയാണ്. അത് എന്താണ് ഓരോന്നും എനിക്ക് പറയാനായിട്ടുള്ള പരിമിതിയുണ്ട്. കാരണം അത് കുറെ കൂടെ സിനിമയായിട്ട് കണക്റ്റഡ് ആണ്. സിനിമയുടെ പ്രമേയമായിട്ടും സിനിമയുടെ പിന്നെ പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ടും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ് ഇതൊക്കെ. അപ്പം അത് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പരിമിതി ഉണ്ടെന്നാണ്. കാരണം പോസ്റ്റർ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ. ഇപ്പം മമ്മൂക്ക ഈ പറയുന്ന എലമെന്റ്സ് ഒക്കെ പർപ്പസ്ഫുള്ളി വെച്ചിരിക്കുന്നതാണ്. സിഗരറ്റ് വെച്ചിരിക്കുന്ന ആ ഒരു മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തപ്പം തൻ്റെതായിട്ടുള്ള രീതിയിൽ എത്രമാത്രം പോളിഷ് ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തെടുത്തത്? അത് ബേസിക്കലി ആ ക്യാരക്ടറിന് ഒരു ട്രൈറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ടാണ് അതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയത്.
ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ, ഞാൻ ജനറലി പറയുന്നതാണ്. അപ്പം അതിനകത്ത് നമുക്കൊരു അഡീഷണലി ഒരു സംഗതി വരുന്നത് മമ്മൂക്ക ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് മനസ്സിൽ കണ്ടിട്ടാണ് നമ്മളതിനകത്ത് പിന്നെ റീറൈറ്റ് പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് അത് പാളിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് മമ്മൂക്ക ചെയ്യുമ്പോഴത്തേനും നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ചില പരിപാടികൾ വരുമല്ലോ, അതിന് എന്തായാലും എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഫൈനൽ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ടിലോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലാസ്റ്റായിട്ട് വൺ ലൈനിൽ സാറിൻ്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ലൈനിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഏതോ ഒരു സമയത്താണ് ഇങ്ങനെ ഫിലിം മേക്കിങ്ങിനോടൊരു താല്പര്യം തോന്നി, അതിൻ്റെ പുറകെ പോകാമെന്ന് തോന്നി. അപ്പോൾ എന്തോ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇറങ്ങി തിരിച്ചതും. അപ്പം ഇപ്പോൾ എല്ലാ ആസ്പയറിംഗ് ഫിലിം മേക്കേഴ്സിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ടാക്കിൾ ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ്. ബട്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം പോകുന്ന ഒരു മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺഫിഡൻസ് കറക്റ്റാണ് എന്നെങ്കിൽ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? റിലീസ് ഡേറ്റ് കൃത്യമായ കറക്റ്റ് ഒരു ഡിസിഷനിലോട്ട് എത്തിയിട്ടില്ല. പക്ഷേ പിന്നെ അധികം ഡിലേ വരത്തില്ല, കാരണം ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലാണ് പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ മിസ് ചെയ്യുന്ന ആണ് മമ്മൂക്കേനെ. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റായിട്ടോ ഒരു പിക്ചറായിട്ടോ നമ്മൾ ഒരുപാടായി മിസ് ചെയ്യുന്നു. സോ കളങ്കാവലിലൂടെ ഒരു ഗംഭീര വരവ് തന്നെ മമ്മൂക്ക സമ്മാനിക്കട്ടെ. അതേപോലെ ആസ് എ ഡയറക്ടർ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച്.